മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്കൊരു ചൊല്ലുണ്ടല്ലോ, ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ പഴയതൊക്കെ ധന്യമാണ്, തൂത്തെറിയേണ്ടതല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ അർത്ഥത്തിലാണ് ശരിക്ക് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ആ പരാമർശങ്ങൾ നടത്തിയത്. ഇപ്പോൾ അദ്ദേഹം നടത്തിയത്, അതായത് പഴയ രീതിയിലുള്ള കുക്കിംഗ്, പഴയ രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങൾ അതൊന്നും ഈ പുതിയ തലമുറയിലേക്ക് കൈമാറുന്നില്ല. പുതിയ തലമുറ അത് പിന്തുടരുന്നില്ല ആ രീതി എന്ന ഒരർത്ഥത്തിലാണല്ലോ അദ്ദേഹം അത് പറഞ്ഞത്. ശരിയാണ്, പുട്ടും കടലയും എന്ത് ആരോഗ്യദായകമായ ഒരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെയാണ് ചെറുപയർ ചേർത്ത്, അതായത് സൈഡ് ഡിഷായിട്ട് ചെറുപയർ ചേർത്ത് പുട്ടോ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത്. പക്ഷേ മറിച്ച് പയറുവർഗ്ഗങ്ങളിൽ തന്നെ ഏറ്റവും പോഷക സമൃദ്ധമാണ് ചെറുപയർ എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇത്തരം ആഹാര രീതികളോടൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പൊതുവെ ഒരു വൈമനസ്യമുണ്ട്. അവർക്കൊക്കെ ഈ റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് എന്നൊക്കെ പറഞ്ഞ് കാണുന്ന വസ്തുക്കളുണ്ടല്ലോ, ടി വി തുറക്കുമ്പോഴോ അതുമല്ലെങ്കിൽ മൊബൈൽ തുറക്കുമ്പോഴോ ഒക്കെ നമ്മൾ കണ്ടെത്തുന്ന പല പദാർത്ഥങ്ങളും, അതൊക്കെ വാങ്ങിക്കഴിക്കാനാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കൂടുതൽ ഇഷ്ടം. ആ ഇഷ്ടം കൊണ്ട് എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും കൂടി നാം അറിയേണ്ടേ. നമുക്കൊരു മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളുണ്ട്. എന്താണ് മില്ലേനിയം? അതായത് 21-ാം നൂറ്റാണ്ടിലേക്ക് കയറിയപ്പോൾ 2030 ആകുന്നതിന് മുൻപ് ലോകം എത്തിച്ചേരേണ്ട അല്ലെങ്കിൽ നേടിയെടുക്കേണ്ട ചില മൂല്യങ്ങൾ, അതേ പറ്റിയാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് 2030 മുൻപ് നേടിയെടുക്കേണ്ടത്. അതിൽ ഒന്നാമത്തേതാണ് സീറോ ഹങ്കർ, അതായത് പട്ടിണിയില്ലാത്ത ലോകം. രണ്ടാമത് പോഷകാഹാര സമൃദ്ധമായ ലോകം എന്നാണ് രണ്ടാമത്തെ ഗോളായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ലക്ഷ്യമോ രണ്ടാമത്തെ ലക്ഷ്യമോ 2026 ഇന്ത്യക്ക് നേടാനായിട്ടില്ല. അതിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല ഇന്ത്യ എന്നുള്ളതാണ് സത്യം. ഇതാ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 2023-24 റൗണ്ട്, 6ാം റൗണ്ട് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. ഈ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസൊക്കെ 91% വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ പ്രസവാനന്തര ശ്രദ്ധ, കുഞ്ഞിനും അമ്മയ്ക്കും കിട്ടേണ്ട പ്രസവാനന്തര ശ്രദ്ധ അതും വളരെ ഉയർന്നിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ചൈൽഡ് സ്റ്റണ്ടിങ്, അതുപോലെ വേസ്റ്റിംഗ്, അതായത് പോഷകാഹാര ദാരിദ്ര്യം മൂലം പൊക്കത്തിനനുസരിച്ച് വണ്ണം വയ്ക്കാതിരിക്കുക, അതുപോലെ തന്നെ പൊക്കം വയ്ക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വേസ്റ്റിങ്, സ്റ്റണ്ടിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും മാറ്റം വന്നിട്ടുണ്ട്. അഞ്ചാം റൗണ്ട് ഫാമിലി ഹെൽത്ത് സർവേയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 6ാം റൗണ്ടിൽ പക്ഷേ ഇപ്പോഴും വളരെ ഉയർന്നു തന്നെ നിൽക്കുകയാണ് ഇന്ത്യയിൽ. ഉദാഹരണത്തിന് വേസ്റ്റിംഗ് തന്നെ എടുക്കാം നമുക്ക്. 35.5% 5ാം റൗണ്ട് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിൽ ഇന്ത്യയിലെ വേസ്റ്റിംഗ്. അത് 29.3 കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വേസ്റ്റിംഗ് അത് 32.1% 5ാം റൗണ്ട് ഫാമിലി ഹെൽത്ത് സർവേയിൽ. ഇപ്പോഴത് 31. എന്ന് വെച്ചാൽ വലിയ മാറ്റമൊന്നും 5 വർഷക്കാലം കൊണ്ട് ഇന്ത്യക്ക് നേടാൻ പറ്റിയിട്ടില്ല. 35% നിന്ന് 29%, 32% നിന്ന് 31%, അത്രയേ മാറിയിട്ടുള്ളൂ ഇന്ത്യയിൽ. ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നാലോ? കേരളത്തിൽ വേസ്റ്റിംഗ് 23.4%, സ്റ്റണ്ടിങ് 15.8%. അതായത് പോഷകാഹാര ദാരിദ്ര്യം മൂലം ഒന്നുകിൽ പൊക്കമില്ലാത്തവരായിട്ട് അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നവരായിട്ട് ഒക്കെ ഉള്ള കുട്ടികൾ, പോഷകാഹാര ദാരിദ്ര്യമുള്ള കുട്ടികൾ, അതായത് ഈ 15% മുതൽ 23% വരെ അതായത് 7 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്, കേരളത്തിൽ ഉണ്ട്. കേരളം വലിയ ഹൈലി നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം എന്ന് എപ്പോഴും വീമ്പിളക്കുന്ന കേരളത്തിലാണ്
23.4% കുട്ടികൾ വേസ്റ്റഡും 15.8% കുട്ടികൾ സ്റ്റണ്ടഡും ആണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ അനീമിയ പിടിച്ച കുട്ടികളുടെയും മുതിർന്നവരുടെയും കഥയൊന്ന് കേൾക്കുക. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എന്താണ് പറയുന്നത്? 39.4% വ്യക്തികൾ, അതായത് ഈ പറയപ്പെട്ട ചൈൽഡ് തൊട്ട് 59 വയസ്സ് വരെയുള്ള, അത് 6 വയസ്സ് മുതൽ 59 വയസ്സ് വരെ, 6 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവരിൽ 39.4% പേരും അനീമിക്കാണ്. ഇവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പരാമർശവുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ 6 മുതൽ 59 വയസ്സ് വരെയുള്ള പ്രായക്കാരിൽ ഇത്രയധികം പേർ അനീമിക്കാണ് എന്ന് വെച്ചാൽ പോഷകാഹാര ദാരിദ്ര്യമുണ്ട് എന്നർത്ഥം ആയിരിക്കുന്നതിൻ്റെ കാരണം? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ പഴയ ഭക്ഷണ സമ്പ്രദായത്തിൽ നിന്ന് നാം ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഈ പുതിയ തലമുറയുടെ താല്പര്യത്തിനനുസരിച്ച് അവർ കാണിച്ചു തരുന്ന പറയപ്പെട്ട ടി വിയിലോ ടെലിഫോണിലോ സ്മാർട്ട് ഫോണിലോ ഒക്കെ കാണിച്ചു തരുന്ന സംഗതികൾ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിൽ പോയി അവർ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി അവരുടെ കമ്പൽഷൻ കാരണം നമ്മൾ അവരുമായി പുറത്തു പോയി കഴിക്കുന്ന ആ തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളിലേക്കൊക്കെ അവർ ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ അതൊക്കെ ഒരു പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതൊക്കെയാണ് മോഡേൺ കുട്ടികളുടെ, അതായത് പുതിയ തലമുറയുടെ ഭക്ഷണം എന്ന രീതിയിലാണ് അവരതിനെ കാണുന്നത്. മറിച്ച് റാഷണലായിട്ട് ഇതല്ല നല്ല ഭക്ഷണം, പുതിയത് എന്ന് പറയുന്ന എല്ലാം നല്ലതല്ല, പഴയതെല്ലാം ചീത്തയുമല്ല. അപ്പോൾ പഴയതിലെ നല്ലതിനെ സ്വീകരിക്കാനും പുതിയതിലെ ചീത്തയായിട്ടുള്ളവയെ തള്ളിക്കളയാനും നമ്മുടെ കുട്ടികളെ നാം തന്നെ പഠിപ്പിച്ചേ മതിയാവൂ. അങ്ങനെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് അതായത് നമ്മുടെ കുട്ടികൾ പറയുന്നത് പോലെ അവരുടെ താല്പര്യമനുസരിച്ച് നമ്മുടെ ഭക്ഷണ രീതി പോലും, മുതിർന്നവരുടെ ഭക്ഷണ രീതിയിൽ പോലും മാറ്റം വരുത്തുന്നു. അങ്ങനെ മാറ്റം വരുത്തിയതിൻ്റെ ഫലമായിട്ടാണ് 6 വയസ്സിനും 59 വയസ്സിനും ഇടയ്ക്കുള്ളവരിൽ 39%, വേണമെങ്കിൽ നമുക്ക് 40% പേർ അനീമിക്കാണ് എന്ന് പറയാം. അതുപോലെ ഒബേസിറ്റി, ആവശ്യത്തിലേറെ വണ്ണമുള്ള സ്ത്രീകൾ 46.7% സ്ത്രീകളും ഒബേസിറ്റി അധിക വണ്ണമുള്ളവരാണ്. അതുപോലെ പുരുഷന്മാർ 37%, കേരളത്തിലെ പുരുഷന്മാരിൽ 37%വും അമിതവണ്ണമുള്ള. എന്തുകൊണ്ടാണ് ഈ ഒബേസിറ്റി ഉണ്ടാകുന്നത്? അവരുടെ ഫിസിക്കൽ എക്സർസൈസ്, അതായത് കായിക അധ്വാനം കുറയുന്നു. അതായത് അതേ സമയത്ത് ഈ പറയപ്പെട്ട ഓയിലി ഫുഡിൻ്റെ ഉപഭോഗം വർദ്ധിക്കുന്നു. അപ്പോൾ ഓയിലി ഫുഡിൻ്റെ ഉപഭോഗം വർദ്ധിക്കുകയും കായികാധ്വാനം കുറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയധികം, അതായത് 46-47% സ്ത്രീകൾ അമിതവണ്ണക്കാരാണ്. അതുപോലെ 37% പുരുഷന്മാർ അമിതവണ്ണക്കാരാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും. നമുക്കറിയാം, പഴയ കാലത്തേക്കൊന്ന് നോക്കിയാൽ നമുക്കറിയാം, ഇതുപോലെ അമിതവണ്ണമുള്ള സ്ത്രീകളോ പുരുഷന്മാരോ അപൂർവമായി മാത്രമേ കാണുമായിരുന്നുള്ളൂ. അവരുടെ ആരോഗ്യമോ ആരോഗ്യം ലോഞ്ചിവിറ്റി, അതായത് ആയുർദൈർഘ്യം ഇന്നത്തെ അത്രയും ഉണ്ടാകണമെന്നില്ല. കാരണം അന്ന് ഇത്രയധികം വളർച്ച, അലോപ്പതി ഔഷധങ്ങളുടെ ആരോഗ്യമേഖലയുടെ വളർച്ച കൊണ്ടാണ് നമ്മുടെ ആയുർദൈർഘ്യം ഇത്രയും ഉയർന്നിരിക്കുന്നത്. എങ്കിൽ പോലും അന്നും കേരളത്തിൽ ആയുർദൈർഘ്യം വളരെ ഉയർന്നിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നതിന് തെളിവുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥ, അനാരോഗ്യകരമായ അവസ്ഥയെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും, അല്ലേ? ഇങ്ങനെ ആകാനുള്ള കാരണം എന്താണ്? കാരണം വേറെ എങ്ങും പോയി നമ്മൾ ചിന്തിക്കേണ്ട. ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്, അഭിപ്രായത്തിന് നൽകിയിരിക്കുന്ന വിവിധ ഭാഷ്യങ്ങൾ കേട്ടാൽ തന്നെ മതി. ഇതിനൊരു ഉത്തമ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതായത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ അദ്ദേഹത്തെ വിമർശിച്ചവരുടെ ആ വിമർശനത്തിനോട് ചേർന്ന് നിൽക്കുന്നതല്ല, ആ വിമർശനത്തെ പ്രതിരോധിക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ
ചൂണ്ടിക്കാണിക്കാം. അതായത് എൻ്റെ മൂത്ത മകൻ സ്റ്റേറ്റ്സിൽ പഠിക്കാൻ പോയി, പിന്നെ അവിടെ ജോലിയായി. ഇവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ, എറണാകുളത്ത് നിന്ന് MTech കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. എൻ്റെ മരുമകൾ അവിടെ ചെന്ന് ഇവിടുത്തെ MTech അംഗീകരിക്കില്ലാത്തത് കാരണം അവിടെ MS വീണ്ടും ചെയ്തു കോർണൽ യൂണിവേഴ്സിറ്റിയിൽ. ഇപ്പോൾ അവളവിടെ ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥയാണ് കേട്ടോ, US ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥയാണ്. പക്ഷേ അവൾ ഗർഭിണിയായി. ആദ്യത്തെ കുഞ്ഞ് അത് പ്രീമച്വർ ഡെലിവറി ആയിരുന്നു. കുറച്ച് ദിവസം കുഞ്ഞ് ഇൻക്യുബേറ്ററിലും ഒക്കെ ആയിരുന്നു. പക്ഷെ അവൻ നല്ല മിടുക്കനായിട്ട് രക്ഷപ്പെട്ട് അങ്ങനെ ഒരു വയസ്സൊക്കെ ആകുന്നത് വരെ മുലപ്പാൽ മാത്രം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ 6 മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ അവളുടെ പീഡിയാട്രീഷ്യനെ വിളിച്ച് ചോദിക്കുന്നു, മാഡം, ഞാൻ എൻ്റെ കുഞ്ഞിങ്ങനെ പ്രീമച്വർ ചൈൽഡായിരുന്നല്ലോ, മാഡം ഓർക്കുന്നുണ്ടല്ലോ, മാഡം അവന് എന്ത് തരത്തിലുള്ള ഫുഡാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്തു പറഞ്ഞു എന്നറിയാമോ? ഗോ ടു യുവർ ഗ്രാൻഡ് മദേഴ്സ് കിച്ചൺ, നിൻ്റെ വല്യമ്മയുടെ അടുക്കളയിലേക്ക് പോവുക. അതാണ് അമേരിക്കയിലെ പീഡിയാട്രീഷ്യൻ, അതായത് എൻ്റെ മരുമകൾക്ക് കൊടുത്ത ഉപദേശം. അപ്പോൾ അവൾ തീരുമാനിച്ചു, ഇനി അങ്ങനെ തന്നെ തീരുമാനിച്ച് ആ കുഞ്ഞിനെ അവളുടെ ഗ്രാൻഡ് മദർ അവളുടെ അമ്മയെ വളർത്തിയതുപോലെ, അവളുടെ അമ്മ അവളെ വളർത്തിയതുപോലെ, അല്ലെങ്കിൽ ഗ്രാൻഡ് മദറും അമ്മയും കൂടി അവളെ വളർത്തിയതുപോലെയുള്ള ആഹാരപദാർത്ഥങ്ങളൊക്കെ കൊടുത്താണ് ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നത്. ആ കുഞ്ഞ് ഇപ്പോൾ 6ാം സ്റ്റാൻഡേർഡിലെത്തി കേട്ടോ. 6ാം സ്റ്റാൻഡേർഡിലെത്തിയപ്പോൾ 8ാം സ്റ്റാൻഡേർഡിലെ മാത്സാ ഇനിയിപ്പോൾ 9ാം സ്റ്റാൻഡേർഡിലെ മാത്സിലേക്ക് മാറും. അതെങ്ങനെ 6ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടി 9ാം സ്റ്റാൻഡേർഡിലെ മാത്സ് ചെയ്യുന്നത്? ഹീ ഈസ് വെരി അഡ്വാൻസ്ഡ് ഇൻ മാത്സ്. അതുകൊണ്ടാണ്. അത് അമേരിക്ക ഒരു മലയാളിയെ വെറുതെ കയറ്റിവിടില്ലല്ലോ. അവർ കൃത്യമായിട്ട് അമേരിക്കയിൽ അതിനുള്ള സംവിധാനമുണ്ട്. നല്ല എഫിഷ്യൻ്റാണ്. മാത്സിൽ വളരെ മിടുക്ക് കാണിക്കുന്നു എന്ന് കണ്ടാൽ മാത്സിലെ 7ലെയും 8ലെയും പരീക്ഷകൾ നടത്തും. അത് രണ്ടും ആ ക്ലാസ്സിലെ കുട്ടികളെ പോലെ തന്നെയോ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലോ പാസ്സാകുന്ന കുട്ടിയെ 9ാം ക്ലാസ്സിലെ മാത്സിലേക്ക് വിടും. അങ്ങനെയാണ് ആ മോന് 9ാം ക്ലാസ്സിലെ മാത്സ് 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മോൻ്റെ മിടുക്ക് എന്ന് പറഞ്ഞാൽ ആ മിടുക്ക് ഗ്രാൻഡ് മദേഴ്സ് കിച്ചൺ അനുസരിച്ച് അവനെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ മിടുക്കാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും അവഗണിക്കാൻ പാടില്ല. നമ്മുടെ അതായത് ഒന്നാമത് തന്നെ നമ്മൾ ഏറ്റവും അധികം നമ്മൾ ചെയ്യേണ്ടതും അനുവർത്തിക്കേണ്ടതും നമുക്കൊരു 15 സെൻറ്റ് ഭൂമിയെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്കാവശ്യമായ പച്ചക്കറികളും ഒക്കെ ഫലവൃക്ഷങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കണം. കാരണം നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഇവിടെ ഓണമൊക്കെ വരികയാണ്. ഓണമൊക്കെ വരുന്നതുകൊണ്ട് പച്ചക്കറികളിലൊക്കെ വരുന്ന പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികളിലൊക്കെ അമിത കീടനാശിനി പ്രയോഗം നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനൊക്കെ പറയുന്നുണ്ട്. എത്ര പരിശോധനകൾ നടത്തിയാലും അതിൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ആക്ട്, നമ്മുടെ FSSAI, ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ, എന്താണ് ഈ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ 1 മാസം മുൻപ് അവരുടെ നടത്തിയ പഠനം, ആ പഠനത്തിൽ അവരെന്താണ് പറയുന്നത്? കേരളത്തെപ്പറ്റി പ്രത്യേക ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതിനകത്ത് അതൊക്കെ നിങ്ങൾക്ക് ആർക്കും വെബ്സൈറ്റിൽ കയറിയാൽ കാണാം. FSSAIയുടെ പഠനത്തിൻ്റെ റിസൾട്ട് ഞാനത് ഹിന്ദുവിലാണ് വായിച്ചത്. ആ റിസൾട്ട് എന്താ പറയുന്നത്? കേരളത്തിലെ ഇൻഫോർമൽ മേഖലയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ അപകടകാരികളാണെന്നാണ്. അതായത് ഈ ഇൻഫോർമൽ മേഖല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റോഡ് സൈഡിലൊക്കെ ഇട്ട് പാചകം ചെയ്ത് കൊടുക്കുന്നു, അഥവാ വീട്ടിൽ നിന്ന് പാചകം ചെയ്തത് കൊണ്ടുവന്നത് അവിടെ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ പല തരത്തിലാണ് ഈ ഫുഡൊക്കെ അതായത് അനാവശ്യമായ ഒരുപാട് സാമഗ്രികളൊക്കെ അതിൽ ചേർന്നിട്ടുണ്ടെന്നാണ് FSSAI, ഈ ഫുഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തൊക്കെയാണ് എന്ന് അതായത് ആരെയും പറഞ്ഞ് ഭയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വേണം
ഇൻഫോർമൽ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന്. ഫോർമൽ റെസ്റ്റോറൻറ്റ്സിനാണെങ്കിൽ അവർക്ക് വേണ്ടത്ര എന്താ പറയുക, രജിസ്ട്രേഷനും മറ്റുള്ളതൊക്കെ കാണും. അപ്പോൾ പിടിക്കുമോ പിടിക്കപ്പെടുമോ എന്ന ഒരു ശകലം ഭയമെങ്കിലും കാണും. ഈ ഇൻഫോർമലായിട്ട് വന്ന് വിൽപ്പന നടത്തി പോകുന്നവർക്ക് ഈ പറയപ്പെട്ട യാതൊരു കണ്ടീഷൻസും ഉള്ളവരല്ല. അവർക്ക് കിട്ടുന്ന അനുസരിച്ച് അവർ അത് പിന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യും. അപ്പോൾ അത്തരം ഭക്ഷണ പാനീയങ്ങളെപ്പറ്റി എല്ലാം വളരെ അപകടകരമായ രീതിയിലുള്ളവയാണ് എന്ന് ഫുഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഇപ്പോൾ നമ്മൾ മിൽമ പാലിൻ്റെ കഥ കേൾക്കുന്നില്ലേ? മിൽമ പാലിൻ്റെ കഥ തന്നെ ഇതിനു മുൻപ് 1-2 തവണ ഞാൻ തന്നെ വീഡിയോ ചെയ്യുകയും ഞാൻ കോടതിയിൽ പോകുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ പാലല്ല ഞാൻ പറഞ്ഞത്, LDF ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലത്തെ പാലിൻ്റെ ഭരണം, അവിടെ നടന്ന അഴിമതിയും ഒക്കെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ അഴിമതിയുടെയൊക്കെ ഫലമായിട്ടാണ് പാൽ ഉറയൊഴിച്ചാൽ ഉറ കൂടില്ല, തൈരായി കിട്ടില്ല. വളരെ കഷ്ടപ്പെട്ടാലേ തൈര് ഉറയായി കിട്ടുകയുള്ളൂ എന്ന അവസ്ഥ. അതിനെതിരെ ഞാൻ ശക്തമായ രീതിയിൽ ഇതുപോലെ വീഡിയോ ചെയ്യുകയും മിൽമാക്കാർ തന്നെ ഇവിടെ വന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ അതൊക്കെ അന്വേഷിച്ചറിഞ്ഞ് തീർച്ചയായിട്ടും ഞങ്ങളതിൽ ഇടപെടും എന്നൊക്കെ പറഞ്ഞ് പോവുകയും ചെയ്തു. കുറച്ച് നാളത്തേക്ക് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും പഴയപടി ആയി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടുത്തെ അഴിമതി കഥകളും ഒക്കെ പുറത്തു വരുന്നത്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഈ മിൽമയുടെ പാലെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാലുൽപാദകരിൽ നിന്ന് മേടിക്കുന്ന പാലല്ലായിരിക്കാം, മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പാല്, കൂടുതൽ പ്രിസർവേറ്റീവ്സ് ഉപയോഗിച്ച് വിൽക്കുന്ന പാല്, ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് ഉറ കൂടാതിരിക്കാൻ, അതായത് തൈരായി മാറാതിരിക്കാൻ. അതായത് പാല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് പിരിഞ്ഞു പോകരുത്, പിരിഞ്ഞു പോകാതെ പാലായിട്ട് വിൽക്കാൻ പറ്റണം. അതിനായിട്ടാണ് കൂടുതൽ പ്രിസർവേറ്റീവ്സും ഒക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ കൊല്ലുന്ന തരത്തിലുള്ള സാധന സാമഗ്രികളിലും ഒക്കെയാണ് നമുക്ക് ചുറ്റുവട്ടത്തിലുള്ളത്. അതുകൊണ്ട് വെജിറ്റബിൾസ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് ഞാനൊക്കെ വെജിറ്റബിൾസ് കൊണ്ടുവന്നാൽ 10 മിനിറ്റ് ഉപ്പ് വെള്ളത്തിലിട്ട് പലയാവർത്തി കഴുകിയതിന് ശേഷം മാത്രമേ എടുക്കാറുള്ളൂ. കഴിവതും വെജിറ്റബിൾസ് മേടിക്കാതെ എൻ്റെ പുരയിടത്തിൽ തന്നെ ആവശ്യമുള്ളത് കൃഷി ചെയ്തെടുക്കുക എന്നുള്ള പോളിസിയാണ് ഞാൻ ഇതുവരെ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ മോളുടെ കാര്യം, എൻ്റെ മോൻ്റെ കുട്ടിയുടെ കാര്യം, അവർ അമേരിക്കയിലല്ലേ. അപ്പോൾ ഇന്ത്യയിൽ എന്തെങ്കിലും കഴിക്കുമെന്ന് നിങ്ങൾക്ക് ചിലപ്പം സംശയം തോന്നിയേക്കാം. ഇന്ത്യയിലേക്ക് ഒരു 2 വർഷത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ഒക്കെയാണ് അവർ വരാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാമെന്നറിയോ, എന്നോട് നേരത്തെ പറഞ്ഞിരിക്കും, ഒരു വർഷത്തെ ഉപയോഗത്തിനുള്ള തീയലിൻ്റെ അരപ്പ്, അതായത് തേങ്ങ നല്ല രീതിയിൽ, തേങ്ങ മാത്രമല്ല അതിൻ്റെ ചേരുവകളെല്ലാം, തീയലിനുള്ള ചേരുവകളൊക്കെ ചേർത്ത് വറുത്ത് അരയ്ക്കും. വറുത്തരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെ മയമില്ലാതെയാണ് അത് അരയ്ക്കുന്നത്. അങ്ങനെ ഒരു 2 കിലോ അരപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കും. എൻ്റെ മക്കളത് കൊണ്ടുപോകും. അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അവരിവിടെ വരുന്നവരെ അതേ തീയലിൻ്റെ അരപ്പ് തന്നെ അവരുപയോഗിക്കും. അതായത് കൊഞ്ച് കറി വയ്ക്കുന്നതിലോ മറ്റ് തീയലുകൾ ഉണ്ടാക്കുന്നതിലോ എന്തിൽ വേണമെങ്കിലും അവരത് ഉപയോഗിച്ച് ആ കറികൾ അവർക്കെല്ലാം ഇഷ്ടവുമാണ്. അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നൊരു ചൊല്ലില്ലേ, അത് ഓർമ്മ വെച്ചാൽ മതി. നമ്മുടെ നാടൻ സമ്പ്രദായങ്ങളൊക്കെ വളരെ വിലപ്പെട്ട നല്ല സമ്പ്രദായങ്ങളാണ്, ആരോഗ്യദായകമായ സമ്പ്രദായങ്ങളാണ്. അപ്പം നമ്മുടെ ആരോഗ്യം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അത് ആരോഗ്യം മാത്രമല്ല, ആരോഗ്യമുള്ള, അതായത് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുമല്ലോ. അപ്പോൾ ഹെൽത്ത് ഉണ്ടെങ്കിൽ വെൽത്ത് ഉണ്ട്. തന്നെയുമല്ല, ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഹെൽത്തും വെൽത്തും ഒക്കെ ഉണ്ടാവൂ. ആ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് നാം ഇതുപോലെ നമ്മുടെ ആ ട്രഡീഷണൽ ഭക്ഷ്യ രീതിയിലേക്ക് മറക്കാതിരുന്നാൽ മതി. ആ ഭക്ഷ്യരീതി മറക്കരുത്. എല്ലപ്പോഴുമൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടി നമുക്ക് മോഡേൺ ഫുഡ് കഴിക്കേണ്ടി വന്നാൽ കഴിക്കാം. പക്ഷേ നമ്മുടെ മക്കളെ നമ്മൾ കുട്ടിക്കാലം മുതലേ പറഞ്ഞ് മാറ്റണം. ഇപ്പം നമ്മൾ ഓർക്കുക, കേരളത്തിലാണെങ്കിൽ സാറൊരു കുട്ടിയെ അടിക്കുന്നത്, ക്ലാസ്സിലിരിക്കുന്ന കുട്ടി തന്നെ അതിൻ്റെ വീഡിയോ പിടിച്ച് പുറത്തു വിട്ടു. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത് സാറ്
ആ കുട്ടിയെ വളരെ ഭീതിജനകമായ രീതിയിൽ അടിക്കുന്നത്. പക്ഷേ നമുക്കറിയാമോ, ഓസ്ട്രേലിയയിലോ അമേരിക്കയിലെയോ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആർക്കും ഒരു മൊബൈലുമായിട്ട് ക്ലാസ്സിൽ പോകാൻ ഒക്കില്ല. അവർക്കാർക്കും പറ്റില്ല. അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് എൻ്റെ മകൻ്റെ 2 ആൺകുട്ടികളാണ്. അവർക്ക് 2 പേർക്കും അവരുടെ ഫോണിൽ തന്നെ, അവരുടെ വാച്ചിൽ തന്നെ ഫോൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതായത് വീട്ടിലേക്ക് ചെന്ന് വിളിക്കേണ്ട കാര്യത്തിന് ഏതെങ്കിലും കാര്യം പേരൻസിനെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ ആ വാച്ചിലെ ഫോണിലൂടെയാണ് അവർ അറിയിക്കുന്നത്. അല്ലാതെ അവരുടെ കയ്യിൽ വേറെ യാതൊരു മൊബൈൽ സൗകര്യവും അവർക്കില്ല. അത് നിയമപരമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ. എന്തുകൊണ്ട് കേരളത്തിലും അതായിക്കൂടാ? ഇതൊക്കെ കണ്ട് ക്ലാസ്സിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്തും ഒക്കെ ഇതൊക്കെ കണ്ടുകൊണ്ട് കുട്ടികളിരിക്കുക. അപ്പോഴാണ് അവർക്ക് ഈ വേസൈഡിൽ കാണുന്ന തരത്തിലുള്ള ഇൻഫോർമൽ ഫുഡിനോടും റെഡി ടു ഈറ്റ് ഫുഡിനോടും ഒക്കെ താല്പര്യം തോന്നും. അതിൻ്റെ നിറം, അത് പിന്നെ അഡ്വർടൈസ് ചെയ്യുന്നവരാണ് നമ്മുടെ കുട്ടികളുടെ എല്ലാം മനസ്സിനെ കീഴ്പ്പെടുത്തുന്നത്. കാരണം അത്ര ഹൃദ്യമായ രീതിയിലും അത്ര ഓർമ്മയിൽ നിൽക്കത്തക്ക രീതിയിലുമാണ് ഓരോ വസ്ത്രത്തെപ്പറ്റി, ആഭരണത്തെപ്പറ്റി, ഭക്ഷണത്തെപ്പറ്റി ഒക്കെയുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ ഒക്കെ വീണു പോവുകയാണ് നമ്മുടെ കുട്ടികൾ. അങ്ങനെ കുട്ടികൾ അഡ്വർടൈസ്മെൻറ്റ്സിൽ വീണു പോകാൻ അനുവദിക്കരുത്. അവരുടെ ബുദ്ധിശക്തി വളർന്നു വരേണ്ടത് അവരുടെ മാത്രം ആവശ്യമല്ല, അവരെ വളർത്തുന്ന അവരുടെ മാതാപിതാക്കളുടെയും അവരുടെ ചുറ്റുവട്ടത്തുള്ളവരുടെയും കൂടി ആവശ്യമാണ്. നല്ല ബാലൻസ്ഡായിട്ട് ഒരു കുട്ടി വളരുക എന്നുള്ളത് ആ കുട്ടിയുടെ പേരൻസിൻ്റെയും കുട്ടിയുടെയും മാത്രം ആവശ്യമല്ല, അവനുമായിട്ട് സഹവസിച്ച് ജീവിക്കേണ്ട, അവളുമായിട്ട് സഹവസിച്ച് ജീവിക്കേണ്ട എല്ലാവരുടെയും ആവശ്യമാണ്. അങ്ങനെയാണ് ഒരു കുട്ടി വളരേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് അതുകൊണ്ട് കേരളത്തിലും ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേക ശ്രദ്ധയെടുത്ത്, ഇന്ത്യയിൽ തന്നെ MP-മാരൊക്കെ ശ്രദ്ധയെടുത്ത് തന്നെ ഈ 15 വയസ്സിന് മുൻപുള്ള കുട്ടികൾക്ക് മൊബൈൽ കളിക്കാൻ കൊടുക്കാൻ പാടില്ല, മൊബൈൽ ഉപയോഗം തന്നെ നിരോധിക്കണം എന്ന് ഒരു നിയമം തന്നെ കൊണ്ടുവരേണ്ടതാണ് പാർലമെൻറ്റ് വഴിയായിട്ട്. ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഈ സ്ത്രീകൾ, മുതിർന്ന സ്ത്രീകളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനെ എതിർത്തതും ഖണ്ഡിച്ചതും ഒക്കെ എന്ന് ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അവർ മറന്നു പോകുന്ന ഒരു കാര്യം ഇതാണ്: പഴമയെ തള്ളിപ്പറയുമ്പോൾ നന്മയെയാണ് തള്ളിപ്പറയുന്നത്, ആരോഗ്യത്തെയാണ് തള്ളിപ്പറയുന്നത്, അനാരോഗ്യത്തെയാണ് കൈമാടി വിളിക്കുന്നത് എന്ന കാര്യം അവർ വിസ്മരിക്കാതിരിക്കുന്നത് നന്നായിരിക്കും.